നവീൻ ബാബുവിൻ്റെ മരണം അതൊരു ആത്മഹത്യയല്ല, അതിൽ ദുരൂഹത ഉണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി തഹസീൽദാരായ മഞ്ജുഷ വ്യക്തമാക്കിയതാണ്. കോടതി ഇതൊന്നും തന്നെ പരിഗണിച്ചില്ലയോ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതുകൊണ്ട് തന്നെ കീഴ്ക്കോടതിയിൽ നിന്നും താൽക്കാലികമായി ജാമ്യം ലഭിച്ചെങ്കിലും അതൊരിക്കലും ശാശ്വതമല്ല. അത് സ്റ്റേ ചെയ്യാൻ കൃത്യമായും ഇപ്പോൾ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സ്റ്റേ ഉറപ്പാകും എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അശാസ്ത്രീയത തെളിഞ്ഞിരിക്കുകയാണ്. അഥവാ അശാസ്ത്രീയമായ പല കാര്യങ്ങളും കൃത്യമായി ജോൺ റാൽഫ് ചൂണ്ടിക്കാട്ടി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും പോസ്റ്റ്മോർട്ടം തിടുക്കപ്പെട്ടാണ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെ സഹോദരനോ ഭാര്യയോ ഒന്നും തന്നെ അറിയാതെ വളരെ കൊണ്ടുപിടിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതായത് ഇവരാരും തന്നെ കൃത്യമായി അറിഞ്ഞിരുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ മരണം പോലും കൃത്യമായി അറിയുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടം നടത്തി തിടുക്കപ്പെട്ട് ആരെ രക്ഷിക്കാനാണ് ഈ ശ്രമം നടത്തിയത്? സെല്ലുലോയിഡ് ടേപ്പ് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യം, അതായത് ഒരു വ്യക്തിയുടെ മരണം അത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് ആത്മഹത്യയാണോ അല്ലയോ എന്ന് തെളിയിക്കുന്നതിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ വഴിയാണ് കൈത്തണ്ടിൽ ഉപയോഗിക്കുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ട് സെല്ലുലോയിഡ് ടേപ്പ് ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധന. അവിടെ വ്യക്തമായ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ല. ഒരുപാട് കോളങ്ങൾ പൂരിപ്പിക്കപ്പെടാതെ അതെന്തോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഫാബ്രിക്കേറ്റഡ് റിപ്പോർട്ടായി തന്നെയാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ: ADM നവീൻ ബാബു അഴിമതിക്കാരനല്ലായിരുന്നു എന്ന ഗീത IASന്റെ റിപ്പോർട്ട് പരമപ്രധാനമാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് കൃത്യമായി പറയുന്നു. രണ്ടാമത്തെ കാര്യം, ജില്ലാ കളക്ടറുടെ ചുമതല ആഴ്ചതോറും, അതായത് വീക്കെൻഡുകളിൽ ശനിയും ഞായറുമൊക്കെ അദ്ദേഹത്തിനെ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ അനുവദിക്കാതെ മനഃപൂർവ്വം ദ്രോഹിക്കുന്ന നടപടി അരുൺ കെ വിജയൻ കൈക്കൊണ്ടു എന്ന മഞ്ജുഷയുടെ മൊഴി, അത് വാലിഡായിട്ടുള്ളൊരു റീസണാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ. കാരണം ഇദ്ദേഹത്തിനെ കളങ്കിതനാക്കി ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നല്ലോ അരുൺ കെ വിജയൻ്റെ ഏറ്റവും വലിയ രീതി. അരുൺ കെ വിജയൻ പറഞ്ഞത് തനിക്ക് തെറ്റുപറ്റി എന്ന് അരുൺ കെ വിജയനോട് തുറന്ന് സമ്മതിച്ചു കളക്ടറുടെ ചേംബറിൽ വന്ന് എന്നാണല്ലോ പറഞ്ഞത്. അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ അവിടെ നിലനിർത്തുമോ? ഏറ്റവും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥൻ എന്ന സർട്ടിഫിക്കറ്റ് കളക്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് കാരണമാണ് അദ്ദേഹത്തിനെ അവിടെ നിന്നും പറഞ്ഞയക്കാതെ ജനകീയനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സേവനം നീട്ടിക്കൊണ്ടുള്ള കളക്ടറുടെ നടപടിക്രമം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മാത്രമല്ല, വിശ്വസ്തനായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് കളക്ടറുടെ ചുമതല കൂടി നൽകുന്ന രീതിയിൽ പല അവധി ദിവസങ്ങളിലും അദ്ദേഹത്തിനെ കൊണ്ട് അധികം പണിയെടുപ്പിച്ചിട്ടുള്ളത്. ഇതൊന്നും തന്നെ പറയാതെ മൂടി വെച്ചുകൊണ്ട് ദിവ്യയെ സംരക്ഷിക്കുന്ന രീതിയിൽ വളച്ചൊടുക്കിയാണ് അരുൺ കെ വിജയൻ ചെയ്തത്. ആരെ സംരക്ഷിക്കാൻ? ആറളം ഫാമുമായി ബന്ധപ്പെട്ട ഭൂമാഫിയയെ സംരക്ഷിക്കാനോ അതോ കൃത്യമായ ചെങ്കൽ മാഫിയയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അരുൺ കെ വിജയൻ്റെ തന്ത്രപ്പാടോ? ഗീത റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അരുൺ കെ വിജയൻ കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രയേറെ അദ്ദേഹത്തിനെതിരെയുള്ള ഗുരുതരമായ ആരോപണം നിഴലിച്ചു നിൽക്കുകയാണ്. അരുൺ കെ വിജയനെ ഇതുവരെയും കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പിതാവ് തൃശ്ശൂരിൽ അറിയപ്പെടുന്ന ഒരു CPIM നേതാവാണ് എന്നുള്ളത് കൂടി അവിടെ പരിഗണിക്കേണ്ട കാര്യമാണ് എന്നുള്ളതും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ വിഷയത്തിൽ ദിവ്യയെ സംരക്ഷിക്കാൻ എന്തുമാത്രം കൃത്യമായി സർക്കാർ അവിടെ ശ്രമിക്കുന്നു. പ്രോസിക്യൂഷനിൽ അവിടെ വെള്ളം ചേർക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടക്കം മുതലേ കണ്ടതുകൊണ്ടാണ് മഞ്ജുഷ തൻ്റേതായ നിലയ്ക്ക് സ്വന്തം അഭിഭാഷകനെ വെച്ചത്. കാരണം പ്രോസിക്യൂഷനിൽ മഞ്ജുഷയ്ക്ക് വിശ്വാസമില്ല. ഏത് രീതിയിലും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാതിരിക്കാനേ ശ്രമിക്കുകയുള്ളൂ. മലയാലപ്പുഴ മോഹൻ അടക്കമുള്ളവർ, പത്തനംതിട്ടയിലെ CPIM മഞ്ജുഷയെ ചതിക്കുകയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എങ്ങനെയും അവർക്ക് നീതി ലഭിക്കാതിരിക്കാൻ, അവരുടെ കുടുംബം അനാഥമായി പോയ അവരുടെ കുടുംബത്തിൻ്റെ നീതി നിഷേധിക്കപ്പെടാൻ വേണ്ടിയുള്ള കളികളാണ് CPIM നടത്തുന്നതെന്നുള്ളത് പരമപ്രധാനമായി ഇതിനകത്ത് കോട്ട് ചെയ്യപ്പെടേണ്ട കാര്യമാണ്.